ഈ നാട്ടിൽ RSSും BJPയും അതോടൊപ്പം അതിൻ്റെ അനേകമനേകം അവാന്തര ഗ്രൂപ്പുകളും 1970കളിൽ 80കളിലൊക്കെ ക്രമേണ വികസിപ്പിച്ചു കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്കൽ നരേറ്റീവാണ്. രാമൻ ജനിച്ച ഭൂമിയാണത്. അവിടെ രാമൻ ജനിച്ച സ്ഥലത്ത് ഉണ്ടായിരുന്നൊരു ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രം ബാബർ തകർത്തതാണ്. ആ തകർത്ത ക്ഷേത്രത്തിൻ്റെ മണ്ണിലാണ് ഇന്ന് ബാബറി മസ്ജിദ് നിൽക്കുന്നത്. രാമൻ്റെ ഭൂമി തിരിച്ചു പിടിക്കാതെ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഒരിക്കലും അവരുടെ അഭിമാനം തിരിച്ചു കിട്ടില്ല. ഇന്ത്യൻ അഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ മുറിവാണിത്. ഈ നരേറ്റീവ് വർഷങ്ങൾ കൊണ്ട്, ദശകങ്ങൾ കൊണ്ട് ബിൽഡ് ചെയ്തതാണ്. അത് ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങളുണ്ടായി. നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഷബാനു കേസിൻ്റെ വിധി വരുന്നു. ഷബാനു കേസ് ബാബറി കേസൊന്നും ആയിരുന്നില്ല. അത് മുസ്ലിം സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട വിധിയായിരുന്നു. പക്ഷേ മുസ്ലിം സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട വിധിയിൽ വന്ന ഒത്തുതീർപ്പുണ്ട്. അവസാനം ഷബാനു ഇതൊന്നും വേണ്ട എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു. എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട എന്ന് എഴുതി ഷബാനുവിനെ കൊണ്ട് ഒപ്പ് വാങ്ങിക്കുക എന്ന ധീരകൃത്യം അന്ന് കോൺഗ്രസ്സുകാർ സാധിച്ചെടുത്തു. അന്ന് അത് സാധിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ മുസ്ലിം പ്രീണനമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നത് അതിശക്തമായി ഇന്ത്യയിൽ ഉന്നയിക്കാൻ BJPക്കും എല്ലാ കക്ഷികൾക്കുമായി. ഇതാണ് അതിൻ്റെ ഒരു കാര്യം. തുടർന്ന് നോക്കൂ, ആ നരേറ്റീവ് കൊണ്ടുവന്ന് LK അദ്വാനിയുടെ രഥയാത്ര, മുരളി മനോഹർ ജോഷിയുടെ രഥയാത്ര, നാടുകളിൽ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള ഇഷ്ടിക കൊണ്ടുപോയി രാമക്ഷേത്രം പണിയാൻ വേണ്ടിയുള്ള ബാബറി തകർക്കുന്നതിന് മുമ്പേ അത് തുടങ്ങി. രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ വസ്തുക്കളുടെ ശേഖരണം തുടങ്ങി. ഈ ഒരു ക്രമാനുഗതമായ സംഭവങ്ങളുടെ ഇങ്ങേയറ്റമാണ് 1992 ഡിസംബർ 6-ാം തീയതി സംഭവിക്കുന്ന ബാബറി തകർച്ചയിലെത്തുന്നത്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, 1848 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് ബാബ രാമചന്ദ്രദാസും അമീർ അലിയും ഒന്നിച്ചു നിന്ന് ഇവിടെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ സഹോദരന്മാരാണ് എന്ന് പ്രഖ്യാപിച്ച ഭൂമിയെ 2024 ജനുവരി 22 രാമൻ്റെ ജന്മഭൂമിയായി പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിൻ്റെ നോട്ടീസ് നിങ്ങൾ കണ്ടിരുന്നോ എന്നറിയില്ല. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് വിതരണം ചെയ്യുന്ന അതിൻ്റെ ഒരു നോട്ടീസുണ്ട്. വീടുകളിൽ, എല്ലാ ഫ്ലാറ്റുകളുടെയും മുന്നിൽ ഒക്കെ ആ നോട്ടീസ് എത്തുന്നുണ്ട്. ആ നോട്ടീസിൽ കാണുന്നത് പ്രധാനമായ ഒരു കവാടമുണ്ട്. പിന്നെ അതിനകത്ത് പല സ്ഥലങ്ങളുണ്ട്. സീതാ കൂപ്പ്, സീതയുടെ കിണർ എന്ന് പറഞ്ഞൊരു കിണറുണ്ട് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് നിഷാദ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് വാത്മീകിയുടെയൊക്കെ പൂർവ്വ കാലത്ത് വാത്മീകി ജീവിച്ച അങ്ങനെ ഒരു സ്ഥലമുണ്ട്. വാത്മീകി ആശ്രമത്തിൻ്റെ ഒരു സ്ഥലമുണ്ട്. ശബരി ആശ്രമം ഒരു സ്ഥലമുണ്ട്. ശബരിയുടെ ആശ്രമത്തിലേക്ക് രാമൻ വനവാസകാലത്ത് ചെന്നു എന്നൊരു കഥയുണ്ട്. ഈ ശബരി ആശ്രമത്തിൻ്റെ ഒരു സ്ഥലമുണ്ട്. ജഡായു സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് ജഡായുവിൻ്റെ, അതായത് സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് രാവണനുമായി യുദ്ധം ചെയ്ത ജഡായു എന്ന പക്ഷിയെ അനുസ്മരിപ്പിക്കാൻ ജഡായു സ്ഥാനം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് അയോധ്യയിൽ. ഇതൊക്കെ അയോധ്യയിലുള്ള സ്ഥലമായിട്ടല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊന്നും അയോധ്യയിലുള്ള സ്ഥലമല്ല. കഥയനുസരിച്ച് അയോധ്യ എന്ന ഭൂമിയിൽ നിന്ന് രാമൻ വനവാസകാലത്ത് പോയി. പിന്നെ ദണ്ഡകാരണ്യം എന്നൊക്കെ പറയുന്ന കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഗുഹൻ്റെ തോണിയാത്ര, ഗംഗ കടന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അയോധ്യയിലല്ല രാമൻ. പക്ഷെ ഇതിൻ്റെയൊക്കെ സ്ഥലങ്ങൾ അയോധ്യയുടെ ഈ പറയുന്ന ക്ഷേത്രത്തിനകത്ത് നിർമ്മിച്ചിരിക്കുകയാണ്. അത്തരം ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാവരും ഓർക്കുന്ന സംഭവം ഉണ്ടല്ലോ, സോമനാഥ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തിൻ്റെ പുതുക്കിപ്പണിയിൽ നടക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിന് ക്ഷണം വരുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനുമതി കൊടുക്കണം. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അനുമതിയുടെ കത്ത് വരുമ്പോൾ അന്ന് നെഹ്റു തിരിച്ചെഴുതുന്നത് രാജേന്ദ്ര പ്രസാദ് പങ്കെടുക്കരുത് എന്നാണ്. അന്ന് നെഹ്റു അതിന് നൽകുന്ന വിശദീകരണമുണ്ട്. ഒരു ഭക്തൻ എന്ന നിലയ്ക്ക്, ഒരു ഡിവോട്ടി എന്ന നിലയ്ക്ക് ക്ഷേത്രത്തിൽ പോകുന്നതോ ആരാധനയിൽ പങ്കെടുക്കുന്നതോ കൊണ്ടോ അതിലൊന്നും യാതൊരു തെറ്റുമില്ല, രാജേന്ദ്ര പ്രസാദിന് പങ്കെടുക്കാം. പക്ഷേ രാജ്യത്തിലെ മുഴുവൻ ആളുകളുടെയും പ്രതിനിധി എന്ന നിലയ്ക്കുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ
ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകമായ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന പ്രതീതിയാണ് ജനങ്ങൾക്ക് നൽകുക. അതൊരു സെക്കുലർ രാഷ്ട്രത്തിന് ചേർന്നതല്ല എന്നായിരുന്നു സ്റ്റാൻഡ്. അന്ന് രാജേന്ദ്ര പ്രസാദ് അതിനൊപ്പം നിൽക്കുകയൊന്നും ചെയ്തില്ല. പക്ഷേ അവിടെ നിന്ന് നമ്മൾ എത്തിയ ദൂരം നോക്കൂ. ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് ചെന്ന് ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പം എങ്ങനെയാണ് അവിടുത്തെ പൊസിഷൻ? ഈ വിഗ്രഹം, അതിൻ്റെ അടുത്ത് നരേന്ദ്രമോദി, അതിൻ്റെ താഴെ ഈ വിഗ്രഹത്തെ പൂജിക്കാനുള്ള പൂജാരിമാർ, അങ്ങനെ ആവണമല്ലോ. അതിന് താഴെ ഈ BJP MP-മാർ അല്ലെങ്കിൽ BJPയുടെയും സംഘപരിവാറിൻ്റെയും നേതാക്കൾ, പ്രതിനിധികൾ, മോഹൻ ഭാഗവത് പോലുള്ള ആളുകൾ. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അനുകൂലിക്കുന്ന മറ്റ് ഈ രാംലല്ല അവിടുത്തെ കക്ഷികളുണ്ട്, അത്തരം ആളുകൾ. അതിൻ്റെയും പുറത്ത് ഒരു സ്ഥലത്താണ് പിന്നെ ഈ സോണിയാഗാന്ധിക്കോ മറ്റേ കമൽനാഥനോ ആർക്കാണെങ്കിലും കോൺഗ്രസ് നിന്ന് പോയാൽ ഇരിക്കാൻ കിട്ടുന്ന സ്ഥാനം അത് വേണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഞാൻ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ കോൺഗ്രസിനെ അഭിനന്ദിക്കുന്നു, അക്കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടേക്കാണ് ക്ഷണിക്കുന്നത് ആരെ? ഇന്ത്യയിലെമ്പാടുമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ. CPM-ന് ക്ഷണം ആദ്യമേ വന്നിരുന്നു. ആദ്യം തന്നെ സീതാറാം യെച്ചൂരി വന്ന ദിവസം തന്നെ അത് തിരിച്ച് വരുന്നില്ല എന്ന് പ്രഖ്യാപനം നടത്തി. തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. അങ്ങനെ ഇന്ത്യയിലെ പല കക്ഷികളും പ്രഖ്യാപിച്ചു. പക്ഷേ എന്താണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെല്ലാം ചെന്ന് പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാക്കി അതിനെ മാറ്റിയതിൻ്റെ ഉദ്ദേശം എന്താണ്? അവസാനത്തെ ഒരു ചോദ്യം കൂടിയുണ്ട്. ക്ഷണം കിട്ടാത്ത ചിലരുണ്ട്. ഒന്ന്, ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഇന്ത്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ആരെയും ക്ഷണിക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ട പരിപാടിയും അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ല ചോദ്യം. ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു, സോണിയാഗാന്ധിക്ക് കത്തുണ്ട്, സീതാറാം യെച്ചൂരിക്ക് കത്തുണ്ട്, മമതാ ബാനർജിക്ക് കത്തുണ്ട്. ഇത്രയൊന്നും പ്രാധാന്യമില്ല ഇന്ത്യൻ പ്രസിഡന്റിന്. എന്താണ് ഇന്ത്യൻ പ്രസിഡന്റിനെ പങ്കെടുപ്പിക്കാത്തത്? ഒറ്റ കാരണമേ ഉള്ളൂ, അവർ ആദിവാസിയാണ്. അവരവിടെ വരേണ്ട കാര്യമില്ല. മുമ്പത്തെ ആൾക്കും ഇല്ല, അദ്ദേഹവും ഈ ഗണത്തിൽ പെടില്ല. അതുകൊണ്ട് രാംനാഥ് കോവിന്ദിനും ക്ഷണമില്ല. അവർ രണ്ടുപേരും വരേണ്ട കാര്യമില്ല. ഓക്കെ. പിന്നെ ക്ഷണം കിട്ടാത്ത രണ്ടുപേരുടെ കാര്യത്തിലാണ് എനിക്ക് ആലോചിക്കുമ്പോൾ ഈ ചരിത്രത്തിൻ്റെ ക്രൂര ഫലിതം എത്ര വലുതാണെന്ന് മനസ്സിലാവുന്നത്. രണ്ടുപേർ, ഒന്ന് LK അദ്വാനി, മറ്റൊന്ന് മുരളി മനോഹർ ജോഷി. ഇന്ത്യയിലെമ്പാടും നടന്ന് ഈ രാമക്ഷേത്രത്തിന് വേണ്ടി കട്ടപെറുക്കിയ മനുഷ്യരാണ് രണ്ടുപേരും. ആ രണ്ടുപേർക്കും ക്ഷണമില്ല. ഇതിനെയാണ് കപിൽ സിബൽ ഈ പൗരത്വ ഭേദഗതിയുടെ സമയത്ത് പറഞ്ഞത്, ഇന്ത്യ 2 ദിനോസറുകൾ ഭരിക്കുന്ന രാഷ്ട്രമാണ് എന്ന്. 2 ദിനോസേഴ്സ് എന്നുള്ള കപിൽ സിബലിൻ്റെ പ്രസിദ്ധമായ പ്രസംഗം ഉണ്ടല്ലോ. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടങ്ങുന്ന 2 ദിനോസറുകളാണ് ഈ രാജ്യം ഭരിക്കുന്നത്. മൂന്നാമതൊരു ദിനോസർ ഉണ്ടെങ്കിൽ അത് അദാനിയാണ്, അംബാനിയാണ്. ഇങ്ങനെ ഈ മൂന്ന് ത്രിമൂർത്തികളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ഷാ, മോഡി, അംബാനി, അദാനി ത്രിമൂർത്തികളാണ് ഇന്ന് ഈ രാഷ്ട്രം ഭരിക്കുന്നത്. അവർക്ക് പ്രിയങ്കരനായവരെ മാത്രമേ വിളിക്കൂ. അവർക്ക് യാതൊരു പ്രിയവും ഇല്ലാത്തവരാണ് ഇന്ന് LK അദ്വാനിയും ഒക്കെ. അതുകൊണ്ട് ചരിത്രത്തിലുടനീളം രാമക്ഷേത്രത്തിന് കട്ട ചുമന്നതിൻ്റെ ഒന്നും കാര്യം പ്രസക്തമല്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയ ഹിന്ദുത്വത്തിൻ്റെ ബേസ് ഇതാണ്. വ്യക്തിക്ക് ഇത്ര പ്രാധാന്യമേ ഉള്ളൂ. അത് നരേന്ദ്രമോദിക്ക് ഇത്ര പ്രാധാന്യമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് ഇവർ ഈ പറയുന്ന രാമക്ഷേത്രത്തിലെ രാമനെ പറ്റി മലയാളത്തിൽ എഴുതിയ കൃതിയായ അധ്യാത്മരാമായണത്തിൽ ഒരു വരിയുണ്ട്. അത് നരേന്ദ്രമോദിക്കും പ്രസക്തമാണ്. അതുകൊണ്ട് LK അദ്വാനി എന്ന ഇന്ത്യയിലെ ഈ പറയുന്ന പാർട്ടിയുടെ എക്കാലത്തെയും ശക്തനായ നേതാവിനോട് ഇങ്ങനെ പെരുമാറുന്ന മോഡിയെ രാഷ്ട്രീയ ഹിന്ദുത്വം നാളെ ട്രീറ്റ് ചെയ്യുന്നതും ഈ തരത്തിൽ തന്നെയായിരിക്കും, മറ്റൊരു തരത്തിലുമല്ല.